വചന വിചിന്തന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ യേശുവിൻ്റെ രൂപാന്തരീകരണത്തെക്കുറിച്ച് നാം വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തു. ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 9 മുതലുള്ള തിരുവാക്യങ്ങളിൽ രൂപാന്തരീകരണത്തിന് ശേഷം യേശുവും തൻ്റെ ശിഷ്യന്മാരുമായിട്ടുള്ള സംഭാഷണത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. യേശു തൻ്റെ ശിഷ്യരായ പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടുമൊപ്പം രൂപാന്തരീകരണത്തിന് സാക്ഷ്യം വഹിച്ച് മലയിൽ നിന്നും ഇറങ്ങി താഴേക്ക് വരുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരെയും സൂചിപ്പിക്കുന്ന മോശയെയും ഏലിയായെയും അവരോടൊപ്പം യേശുവിനെ ദിവ്യ മഹത്വത്തിൽ വെളിപ്പെട്ട് ആ ഒരു കാര്യം അനുഭവിച്ചറിഞ്ഞ തൻ്റെ ശിഷ്യന്മാരുമായിട്ടുള്ള സംഭാഷണം നമുക്കറിയാം. ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ചിന്ത, ഒരു അനുഭവം, അത് തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞ് അറിയിക്കാനായിട്ട് സാധിക്കാത്ത ഒന്നാണ്. ഇതെല്ലാം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ യേശു അവരോട് പറയുന്നുണ്ട്, ഞാൻ മരിച്ചവരിൽ നിന്നും ഉയർത്ത് എഴുന്നേൽക്കുന്നതുവരെ നാം ഈ ദർശിച്ച, നിങ്ങൾ ഈ കണ്ട കാര്യങ്ങൾ, നിങ്ങൾ അനുഭവിച്ച ഈ കാര്യങ്ങൾ ആരോടും പറയരുത് എന്ന് കർശനമായിട്ട് താക്കീത് കൊടുക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് വളരെ വിചിത്രമായി തോന്നിയേക്കാം, എന്തുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വിജയമുണ്ടാകുമ്പോൾ, ഒരു എന്തെങ്കിലും കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കും. നമുക്കൊരിക്കലും അത് നമ്മിൽ തന്നെ ഒതുക്കി നിർത്താനായിട്ട് സാധിക്കുകയില്ല. ആരുടെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് വലിയ വിഷമമാണ്. എന്നാൽ യേശു അവരോട് പറയുന്നത് ആരോടും പറയരുത് എന്നാണ്. എന്തുകൊണ്ടാണ് യേശു അവരോട്, തൻ്റെ ശിഷ്യരോട് ഇപ്രകാരം പറയുന്നത്? ഒരു കാരണം, തങ്ങൾ അനുഭവിച്ച ഈ മലയുടെ മുകളിൽ ഈ പ്രവാചകന്മാരോടൊപ്പം, യേശുവിനോടൊപ്പം ആ കണ്ട കാര്യങ്ങൾ, അതിൻ്റെ അർത്ഥം ആഴമായിട്ട് അറിയാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അവർ ആവശ്യപ്പെടുന്നത് നമുക്കിവിടെ 3 കൂടാരങ്ങളുണ്ടാക്കി ഇവിടെ തന്നെ കൂടാം എന്ന ചിന്തയാണ്. പക്ഷേ ഇത് യേശുവിൻ്റെ ജീവിതത്തിൽ നടക്കാനായിട്ട് പോകുന്ന തൻ്റെ കുരിശുമരണവും ഉത്ഥാനവും അതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. തങ്ങൾ ആ മലയിൽ ഈ ഒരു അനുഭവത്തിൽ ഇരിക്കേണ്ടവരല്ല, മറിച്ച് യേശു കടന്നുപോയതുപോലെ കഷ്ടപ്പാടിലൂടെയും കുരിശു മരണത്തിലൂടെയും യേശു കടന്നു പോകണം. അതിനുശേഷം പുനരുത്ഥാനത്തിലേക്ക് യേശു കടക്കും. ആ ഒരു അനുഭവത്തിലേക്ക് ശിഷ്യന്മാർ കടന്നു വരാനായിട്ട് തന്നെയാണ്, അവരതിലേക്ക് വിളിക്കാനായിട്ടാണ് അവരോട് തങ്ങൾ കണ്ട കാര്യം അവരോട് പറയരുത് എന്ന് പറഞ്ഞത്. ഒന്ന് ചിന്തിച്ചു നോക്കുക, യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല എങ്കിൽ സാധാരണക്കാരായ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കാം? ജീവിതത്തിലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനോ അതിൻ്റെ അർത്ഥം കണ്ടെത്താനായിട്ട് സാധിക്കാത്ത ഒത്തിരി അവസരങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത്, നാം ഓരോരുത്തരും ക്ഷമയോടെ കാത്തിരിക്കുക. ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടതുപോലെ ആ ഒരു അവസരത്തിൽ, തൻ്റെ ഉത്ഥാനത്തിൻ്റെ അവസരത്തിൽ ഈ അറിവ് മുഴുവനും അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
പക്ഷേ അതുവരെയും നാം ഓരോരുത്തരും ക്ഷമയോട് കൂടി കാത്തിരിക്കണം. ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, മലാഖിയുടെ പുസ്തകത്തിൽ നിന്നും അതിനെ ആസ്പദമാക്കിയിട്ട് ഏലിയ വരുന്നതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. മിശിഹ വരുന്നതിന് മുമ്പ് ഏലിയ വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത്, എവിടെയാണ് ഏലിയ? യേശു അവരോട് പറയുന്നുണ്ട്, സ്നാപക യോഹന്നാൻ്റെ ജീവിതത്തെ എടുത്തു കാണിച്ചുകൊണ്ട് ഏലിയായുടെ ആ തീഷ്ണതയോടും ആ ഒരു ശക്തിയോടും ആ ഉണർവോടും കൂടി സ്നാപക യോഹന്നാൻ ഈ ലോകത്തിലേക്ക് വന്നു. പക്ഷേ ആർക്കും സ്നാപക യോഹന്നാനെ മനസ്സിലാക്കാനോ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ടോ സാധിച്ചില്ല. നീതിയുടെയും സത്യത്തിൻ്റെയും പാതകൾ എപ്പോഴും അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അംഗീകരിക്കാനോ അംഗീകരിക്കപ്പെടാനോ സാധിക്കാതെ പോകുന്ന അവസരങ്ങൾ, വരാനിരിക്കുന്ന സ്വർഗരാജ്യത്തെക്കുറിച്ച് വരാനിരിക്കുന്ന യേശുവിന് വഴിയൊരുക്കുകയും അതിനു വേണ്ടിയിട്ട് തൻ്റെ ചുറ്റുമുള്ള ജനങ്ങളെ തയ്യാറാക്കുകയും ചെയ്ത സ്നാപക യോഹന്നാനെ ജനങ്ങൾക്ക് മനസ്സിലായില്ല. യോഹന്നാനെ അവർ തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ അവരെ തിരസ്കരിച്ചു. അവസാനം സ്നാപക യോഹന്നാന് മരണം നേരിടേണ്ടി വന്നു. ഇതൊരു വലിയൊരു സത്യത്തിലേക്കാണ് നമ്മ ഓരോരുത്തരെയും നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ, വേദനകൾ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങൾ, അതിൻ്റെയൊക്കെ അവസാനത്തിൽ നമുക്കതിന് വിജയം കണ്ടെത്താനായിട്ട്, അതിൽ മഹത്വം കാണാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള വലിയൊരു ചിന്ത. പീഡാസഹനങ്ങളും വേദനകളും മറുവശത്ത് മഹത്വവും ഇത് തമ്മിൽ വളരെ ഗാഢമായ ഒരു ബന്ധമുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിൽ യേശു കടന്നുപോയ വേദനകൾ, കഷ്ടപ്പാടുകൾ, പീഡാസഹനങ്ങൾ, അതിൻ്റെ എല്ലാം അവസാനത്തിൽ നാം കാണുന്നത് ഉയർത്ത് എഴുന്നേൽക്കപ്പെടുന്ന, പുനരുത്ഥാനത്തിലേക്ക് കടന്നു വരുന്ന, മഹത്വത്തിലേക്ക് കടന്നു വരുന്ന ഒരു യേശുവിനെയാണ്. അതെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കേണ്ടത് തന്നെയാണ്. നാം ഓരോരുത്തരും കഷ്ടപ്പാടുകളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ, പല തരത്തിലുള്ള വെല്ലുവിളികളിലൂടെ കടന്നു പോകുമ്പോൾ നാം പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് തന്നത്? എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ വേദനകളിലൂടെ കടന്നു പോകുന്നത്? ഈ ഒരു സമയത്ത് നമുക്കത് മനസ്സിലാകണമെന്നില്ല. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കണം. അതാണ് ദൈവത്തിൻ്റെ സമയം. ആ ഒരു സമയത്തിൽ, ദൈവം നമുക്ക് തരുന്ന ആ സമയത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് അർത്ഥം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് അർത്ഥമുണ്ടെന്നും അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ആഴമായ വിശ്വാസത്തിലേക്ക്, കൂട്ടായ്മകളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു നല്ല ചിന്ത, അതാണ് കുരിശിൻ്റെ വഴിയിലൂടെയുള്ള യാത്ര നമുക്ക് പകർന്നു തരുന്നത്. ഇന്നത്തെ സുവിശേഷം നമുക്ക് 3 ചിന്തകളാണ് തരുന്നത്. ഒന്ന്, ട്രസ്റ്റ് ഇൻ ഗോഡ്സ് ടൈമിങ്. ദൈവത്തിൻ്റെ ആ സമയത്തിൽ നാം വിശ്വസിക്കുക. ഇപ്പോൾ മനസ്സിലാകാത്ത പല കാര്യങ്ങൾ ആ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ ക്ഷമയോടെ കാത്തിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ ആ വെളിപാട്, ദൈവം തരുന്ന ആ സമയത്ത് നമുക്ക് വെളിപ്പെടുന്നതുവരെ നമുക്ക് കാത്തിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. മനുഷ്യർ മനസ്സിലാക്കാവുന്നതിന് അപ്പുറത്ത് ദൈവത്തിന് പദ്ധതികളുണ്ട്, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പ്ലാനുകളുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ആ ക്ഷമയും ആ ഒരു വിശ്വാസവും നമുക്ക് വളർത്തിയെടുക്കാം. രണ്ടാമതായിട്ട്, റെക്കഗ്നൈസ് ഗോഡ്സ് മെസ്സഞ്ചേഴ്സ്. ഏലിയ പ്രവാചകനെ പോലെ, സ്നാപക യോഹന്നാനെ പോലെ നമ്മുടെ ചുറ്റും ഒട്ടനവധി ആളുകളുണ്ട്. അവരെ തിരിച്ചറിയാൻ,
അവർ നമ്മോട് പറയുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കാനായിട്ട്, അത് കേൾക്കാനായിട്ട്, അവരെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളുണ്ടാകും, വളരെയധികം വളർച്ച നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകും. മൂന്നാമത്തെ ചിന്ത, എംബ്രേസ് ദ ക്രോസ്, കുരിശിനെ ആശ്ലേഷിക്കുക. മഹത്വത്തിലേക്കുള്ള, വിജയത്തിലേക്കുള്ള പാത എന്ന് പറയുന്നത് കുരിശിൻ്റെ വഴി മാത്രമാണ്. അതിൻ്റെ അർത്ഥം നാം നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ സഹനങ്ങളിലൂടെ നാം അത് നേടിയെടുക്കണം. കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ, പരാജയങ്ങളുണ്ടാകുമ്പോൾ അതിൽ നന്മ കൊണ്ടുവരാൻ ദൈവത്തിന് സാധിക്കും എന്നുള്ള ആഴമായ വിശ്വാസം. നമ്മുടെയൊക്കെ കഷ്ടപ്പാടുകളെ, നമ്മുടെയൊക്കെ പീഡാസഹനങ്ങളെ യേശുവിൻ്റെ ആ പീഡാസഹനത്തോട് ചേർത്ത് വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പോരാട്ടങ്ങൾ, അതൊക്കെ തീർച്ചയായിട്ടും ദൈവികമായിട്ട് മാറ്റാൻ സാധിക്കും. ദൈവത്തോട് ചേർത്ത് വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിൽ കൂടുതൽ വളരാനായിട്ട്, കൂടുതൽ അതിനെ സ്നേഹിക്കാനായിട്ട്, കൂടുതൽ വിശ്വാസത്തിൽ വളരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നല്ലവനായ യേശു നമ്മ ഓരോരുത്തരെയും നന്മയിലേക്ക് വളർത്തട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ നന്മകൾ കാണാനായിട്ട് നമ്മ ഓരോരുത്തരെയും ആ മഹത്വത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വത്തിലേക്ക് വളർത്താനായിട്ടുള്ള അനുഗ്രഹം ഏവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.